നമ്മളെപ്പോഴും എനർജിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എനർജിയാണ് ബേസ്ഡ്. എനിക്കത് ഭയങ്കര ഇതാണ്. അപ്പൊ എവിടെയോ ഒരു എനർജി നമുക്ക് അലൈൻമെന്റ് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. ഞാനത് മിനിയാന്ന് ശരിക്കും ഫീൽ ചെയ്തത് ദുബായ് പ്രോഗ്രാമിന്, നമ്മൾ കാലിക്കറ്റ് കൊച്ചി പ്രോഗ്രാമിനേക്കാൾ വ്യത്യസ്തമായി ദുബായ് പ്രോഗ്രാം ഞാൻ രാവിലെ 9:30 9:45 സ്റ്റാർട്ട് ചെയ്തത് വൈകിട്ട് 5 മണി വരെ ഒരു ചെയറിലെങ്കിലും ഇരുന്നിട്ടില്ല. ഒറ്റ സെക്കൻഡ് പോലും ഇരിക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ അലൈൻമെന്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അത്രയും ബൗണ്ടറിക്കകത്ത് നമ്മുടെ സംസാരിക്കാൻ അത്രയും ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നു ക്യാമറമാൻ. അത്രയ്ക്കകത്ത് നിന്നുകൊണ്ട് കറക്റ്റ് കൺട്രോളിൽ പോകാൻ പറ്റും. ചില സമയത്ത് നമ്മളത് കറക്റ്റ് പ്ലാൻ ആവും. ചില സമയത്ത് നമുക്കത് എനർജി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും, പിടിച്ചു പോകും. അപ്പൊ ഇന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ജസ്റ്റ് കമോൺ. അപ്പൊ എല്ലാവരും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എനർജി കുറഞ്ഞാൽ അടുത്ത പരിപാടി വേണോ? ഇതാർക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൗൺ ആയാൽ ഉടനെ ചെയ്യാവുന്ന ഒരു പണി പറഞ്ഞോ. ആർക്കും ആവശ്യമുണ്ടോ? വേണം വേണം. വേണ്ടവർ കൈ ആക്സെപ്റ്റ് ചെയ്യൂ. വേണം സാർ. യെസ് വേണം സാർ. വേണം വേണം സാർ. വേണം. ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ലെഫ്റ്റും റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിന്റെ ഉള്ളം കൈ, നിങ്ങൾ ഏതാണ് പെണ്ണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയും അല്ലെ, ലെഫ്റ്റും റൈറ്റും മാറും. ഉള്ളം കൈക്കകത്തേക്ക് പെരുവിരൽ വെക്കുക. നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആണ് ഇത്. ന്യൂറോ സയൻസിൽ അല്ലെ നമ്മൾ എന്താ പറയാ, EFT നിങ്ങൾ EFT എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് വിളിക്കാം. എങ്ങനെ വിളിച്ചാലും ഇവിടുന്ന് ഒരു നെർവ് പോകുന്നുണ്ട് നമ്മുടെ സ്പൈനൽ കോഡിൽ കൂടി നമ്മുടെ ബ്രെയിനിലേക്ക്. അത് കറക്റ്റ് ആക്ടിവേറ്റ് ആവും. അഞ്ചു കൈ എടുത്തേ. ഒന്ന് കാണിച്ചേ. മറ്റേ കൈ എടുത്ത് ഇങ്ങനെ ഞാൻ അത് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ സാറിനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. സാറ് കൈ എടുക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ റെഡി ആയി. ഓക്കെ, കമോൺ, ലെറ്റ്സ് ഗോ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെക്കോർഡിംഗ് ബന്ധമല്ല അല്ലേ പ്രസീത? റെക്കോർഡിംഗ് ചെയ്തിട്ട് ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. ഞാൻ വരുമ്പോഴേ റെക്കോർഡിംഗ് ആണ്. സാധനം എല്ലാം റെക്കോർഡാണ്. ഓക്കെ, കൈ പൊക്കിയവരെല്ലാം കൈ ചാർത്തിക്കോളൂ. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. യെസ്, വൺസ് അഗെയിൻ. ഞാനല്ലേ ഇവിടെ സ്പീക്കർ. ഓക്കെ, അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഇന്ന് നമുക്ക് ഒരു പുതിയ സെഷനിലേക്ക് കടക്കാം. ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ സംഭവിക്കുന്നത്, അതിന് തത്തുല്യമായ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ റിസൾട്ട് അതിന് തത്തുല്യമായി സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള സിസ്റ്റം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ എന്തു പറയുന്നു, അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനർത്ഥം ആ സംഭവം നമ്മൾ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. തിരിച്ചും ഒരേപോലെയാണല്ലോ അല്ലെ? നമ്മൾ എന്ത് പറയുന്നു എന്നത് എന്ത് ചിന്തിച്ചിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ എന്ത് ചിന്തിച്ചു എന്ന് നമുക്കറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന വാക്കിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത് ചിന്തിച്ചിരുന്നു എന്ന് തന്നെയാണ്. ഇത് രണ്ടും കണക്റ്റ് ആയിരിക്കുമ്പോൾ ചിന്തകളാണ് എനർജി ഉണ്ടാക്കുന്നത്. തോട്ട്സ് ക്രിയേറ്റ് വൈബ്രേഷൻ, നോട്ട് വേർഡ്സ് ഡസൻ ക്രിയേറ്റ് വൈബ്രേഷൻ. തോട്ട്സിൽ നിന്നാണ് വൈബ്രേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വൈബ്രേഷനാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും ആ വൈബ്രേഷൻ തന്നെ അതിന് തത്തുല്യമായ വൈബ്രേഷനുകളുമായി താതാത്മ്യപ്പെടുകയും അല്ലെങ്കിൽ യോജിക്കുകയും അതിന് തത്തുല്യമായ എനർജി സ്പെക്ട്രം അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ന്യൂറോ സയൻസ് സിസ്റ്റം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പാരാ ഫിസിക്സ്, അല്ലെ എന്താ പറയാ, ഫിസിക്സ് എങ്ങനെ വേണമെങ്കിലും എന്ത് പേരിട്ട് വിളിച്ചോളൂ. ദാറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ഇതെല്ലാം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരികിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഓൺ തോട്ട്സ്. ഇതാണ് മൈൻഡ് മാസ്റ്ററിയുടെ
ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇത്ര തന്നെയുള്ളൂ. ഇത് നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇതവിടെ ഉണ്ട്, ഇത് തന്നെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇന്നത്തെ ക്ലാസ്സും ഇന്നലത്തെ ക്ലാസ്സും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും പാകപ്പെടുത്തുന്നത് എങ്ങനെയാണ്. പക്ഷേ ഈ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും എന്താണ്, സന്തോഷത്തോടു കൂടി തയ്യാറാണ് അല്ലേ? വരട്ടെ, അതുകൂടി വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. സന്തോഷത്തോടു കൂടി തയ്യാറാണല്ലോ? യെസ് സാർ, സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. ടൈപ്പിംഗ് Yes, ടൈപ്പിംഗ് yes. ടൈപ്പിംഗ് ഓൺലി യെസ് സാർ, സന്തോഷം. ടൈപ്പിംഗ് ഓൺലി അലോഡ് ഹിയർ ടൈപ്പിംഗ്. സന്തോഷത്തോടു കൂടി തയ്യാറാണ് എങ്കിൽ അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രിയമായ, അസത്യമായ, അനുകൂലമല്ലാത്ത ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാകുമോ? ഇവിടെ ഇരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മളുടെ വാക്കുകളിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ ഒന്നിലും മാറ്റം വന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ വാക്കുകൾ നമ്മൾ തന്നെ ഒന്നുകൂടി കേൾക്കുമ്പോൾ ആയിരിക്കണം. എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് മാറ്റാനുള്ള പ്രവർത്തനം നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാന തത്വം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ടാണ് മനസ്സിലായി കാണുമല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം, ഒരു കാര്യം കൂടി ഇത് പറയാം. ഇന്ന് ദിവസം രാവിലെ എന്നെ നല്ലതായി സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഇന്ന്. കാരണം ഒരു മാസമായി ആള് നമ്മുടെ ക്ലാസ്സിൽ വരുന്നു. ഒരു മാസമായി ക്ലാസ്സിൽ വരുന്നു. നമ്മൾക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കൊട്ടക്കണക്കിന് ആരോഗ്യ വിഷയങ്ങളും മറ്റ് വിഷയങ്ങളും ഒക്കെ വേണമെങ്കിൽ ഒരു 200 പേജ് എടുത്ത പേജ് വേണമെങ്കിൽ എടുത്ത് പറയാവുന്നത്രയും വേണമെങ്കിൽ പറയാം. പക്ഷെ ആ കക്ഷി രാവിലെ എനിക്ക് എന്നോട് 1-to-1 സെഷൻ വന്നപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് തന്നെ. അപ്പോഴും ആ വ്യക്തി അവിടെ ഇരുന്നിട്ട് എന്നോട് തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, സാറ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കാനാണ്. അപ്പോൾ ഞാൻ ധൃതി കൂട്ടിയാൽ, സാറ് തിരക്കുള്ള സമയത്ത് വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ധൃതി കൂട്ടിയാൽ, പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മാസമായിട്ട് എന്താണ് പഠിച്ചത് എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു പോയി. അതുകൊണ്ട് അത് സാറിന് തിരിച്ചു നൽകാനായിട്ട് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എനിക്കൊരു കുഴപ്പമില്ല, സാറിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. തിരക്ക് നല്ല അവിടെ ഉദ്ദേശിച്ചത്, ഞാൻ എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചു, അവരതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അവരവരുടെ ക്ഷമയെ പരീക്ഷിച്ചു, വിജയിച്ചു എന്നുള്ളത്. പക്ഷെ വളരെ അതിനേക്കാൾ ഹാപ്പി ആയ കാര്യം, ഓരോ വാക്കുകളും അവർ ഉപയോഗിച്ച ഓരോ വാക്കുകളും അളന്ന് മുറിച്ച് വേണ്ടത് മാത്രം പറഞ്ഞ് ബാക്കി അവിടെ നിർത്തിവെച്ചു. അന്നേരം ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ നിങ്ങൾ നിർത്തി വെക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ എനിക്ക് സാറിനെ പോലെ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിർത്തി സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും കാലം അങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ സാറ് പഠിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു രാധ മാമാണ് ഇത് മറ്റൊരു കാര്യം പറഞ്ഞത്. ഇതാണ് നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നത് ഞാൻ കേട്ടു, ഒരു ചർച്ചയ്ക്ക് മറുപടി എന്നതും പറയുന്നത് കേട്ടു. അത് വളരെ സന്തോഷമാണ്. നമ്മൾ അതിനല്ലേ നമ്മൾ ഇതിവിടെ ഒന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ആവശ്യം വരുമ്പോഴല്ലേ നമ്മൾ ആക്ഷൻ എടുക്കുള്ളൂ. വി ടേക്ക് ആക്ഷൻ വെനെവർ റിക്വയർഡ്, അല്ലെ? എപ്പോഴാണ് ആവശ്യമുണ്ടോ അപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത്, അല്ലെ? അല്ലാതെ വെറുതെ ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. വെറുതെ ആക്ഷൻ എടുത്താൽ എന്തും കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ ഇങ്ങനെ ആയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം, എനിക്ക് ദേഷ്യം മാറിയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസി മാർഗം, ദേഷ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഇമോഷണലി ഞാൻ ശരിയായോ എന്ന് പരീക്ഷിക്കാനുള്ള ഏകമായ സ്ഥലം ഇമോഷണലി അൺസ്റ്റേബിൾ ആകുമ്പോൾ മാത്രമാണ്. അങ്ങനെ വരികിൽ നമ്മൾ ഈ പഠിച്ചിട്ട് ഒരു സ്റ്റെപ്പിൽ, ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം എന്തെങ്കിലും ഒരു നിങ്ങൾ പോകുന്ന വഴിത്തിൽ ഒരു ബ്ലോക്കേജ് വന്നില്ലെങ്കിൽ
എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരു സ്റ്റെപ്പ് ഉയർന്നു എന്ന്? നിങ്ങൾക്കെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഒബ്വിയസ്ലി ആയിട്ടും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു പരീക്ഷണം കൊണ്ടുതരും. ദാ മോനെ പിടിച്ചോ ദിനേശ, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിനക്ക് എന്താ സംഭവിക്കുന്നത്. അവിടെയാണ് മിക്ക ആൾക്കാരും എല്ലാം നമ്മൾ പറയും പെട്ടിയും മുന്നിലും അടക്കിയിട്ട് ഒറ്റ തിരിച്ചോട്ടൽ ഓടുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചു പോകേണ്ട കൈകാരാണ് അല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്ത ആൾക്കാർക്ക് ഈ അനുഭവങ്ങളില്ലേ നോക്കി. അവിടെ വെക്കുമ്പോൾ പറഞ്ഞു, അയ്യോ ഒരു മാറ്റവും വന്നില്ല. അങ്ങനെയൊന്നും മാറില്ല, അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല. ദർ ഇസ് എ പ്രോസസ് അല്ലേ? കൃഷ്ണനെ കാണാൻ കുചേലൻ പോകുമ്പോഴും ഇത്രയും സംസാരിച്ചു കഴിയുമ്പോഴും കഥകൾ പല രീതിയിലും പറയാം അല്ലേ? അവസാനം കുചേലന് ആവശ്യമുള്ളത് എന്താണോ ചോദിക്കാതെ ലഭിച്ചു എന്നും മറ്റൊരു കഥയിൽ ആഗ്രഹിച്ചത് ലഭിച്ചു എന്നും ഒക്കെ പറയുന്നു. ഇതെല്ലാം ഒരാളുടെ സൃഷ്ടിയാണ്. പിന്നെ കുചേലനും ശ്രീകൃഷ്ണൻ മറ്റൊരു രൂപത്തിൽ നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുകയാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഓപ്പണാണ്. ഇവിടെ ഞാൻ ഓപ്പണായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തുടങ്ങിയാണ് ഹാപ്പിനെസ് മാസ്റ്ററി. കാരണം നമ്മൾ നിലവിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറാൻ പോവുകയാണ്. അപ്പോഴല്ലേ നമ്മൾ അടുത്തടുത്ത് ബെറ്റർമെന്റിൽ പോലും എല്ലാം ഒരേ ഇതാണെങ്കിൽ കാര്യമില്ലല്ലോ അല്ലെ? ഇപ്പൊ ചെറിയ ചെറിയ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ നമ്മൾ ഇനി ഉണ്ടാവും. ഇവിടെ പബ്ലിക്കായിട്ട്, അതായത് ഈ ഫ്രീ സെഷനിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റം, ഒരു ക്ലാസ് തന്നെ 3 പാട്ടായിട്ടായിരിക്കും വരിക. ഒരേ ക്ലാസ് 3 പാട്ടായിട്ട് വരും. എന്തിനെന്ന് ചോദിച്ചാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, ഈ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ്. അതിന് വെറുതെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം ഞാൻ പലരും കേട്ടപ്പോഴേ 2020 മെഡിറ്റേഷനും 7 ഡേയ്സ് മെഡിറ്റേഷനും നമ്മുടെ ക്ലാസ്സുകളെല്ലാം എന്തിനോ വെറുതെ ഓണാക്കി വെക്കുന്നു എന്ന് മാത്രമാണ് പലരുടെയും ജീവിതത്തിൽ. ഒരു ആക്ഷനും ഇല്ല. അപ്പോൾ ആക്ഷൻ എടുക്കണ്ടേ? അങ്ങനെയുള്ളൊരു വിഭാഗവും കൃത്യമായി എനിക്ക് മാറണം, എനിക്ക് വേണം എന്ന് പ്രതീക്ഷിച്ചു വരുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. വേറൊരു വിഭാഗത്തിന്റെ ആവശ്യം എല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇതായിക്കളയാം എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതിനൊന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് റെഡിയാക്കി പോകണം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ എന്താ പറയാ, ഉഴുതുമറിക്കാത്ത നിലത്ത് കൊണ്ടുപോയി വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമായിരിക്കും. ചില വിത്തുകൾ മുളച്ചു പോകും, ചില വിത്തുകൾ വിതയ്ക്കില്ല. ഇനി ചില വിത്തുകൾ മുളച്ചാലും കായ്ക്കില്ല. ഇങ്ങനെയുള്ള അവസ്ഥ വരും. അതിൽ മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്ന് മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് കോഴ്സുകളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ കോഴ്സുകളൊക്കെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്ത് ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിഷയം, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം പോയോ? ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സ് തളർന്നു ആരുടെയെങ്കിലും? Anybody have any changes in the mind? ആർക്കെങ്കിലും മനസ്സ് തളർന്നോ? ഇല്ലല്ലോ. ടൈപ്പ്. കേട്ടോ, ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഒന്ന് സൈലന്റ് ആകണ്ട. വളരെ സൈലൻസ്, സ്മൂകത വേണ്ട. നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിനെ പാകപ്പെടുത്തണം. അവിടെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തകരാതിരിക്കാൻ, അല്ലെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തി കൃത്യമായി കൊണ്ടുപോകാൻ വേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ കുറച്ച് വലിയ ലെങ്ത് ഉള്ള കോഴ്സാണ്. അതിലെല്ലാവർക്കും എല്ലാം മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ നമ്മൾക്ക് മനുഷ്യന് ഉള്ള ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ മനുഷ്യന് എപ്പോഴും ഇപ്പോൾ കിട്ടണം, ദ സ്പോട്ട് കിട്ടണം. അതിലാണ് അവൻ എപ്പോഴും താല്പര്യം. ഇന്ന് റിസൾട്ട് എന്താണ്, ഇന്ന് എനിക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത്. കാത്തിരിക്കാൻ തയ്യാറല്ല. ശാശ്വതമായ മാറ്റം എപ്പോഴാണോ ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഉണ്ടാവുന്നത്, അത് പതുക്കെ പതുക്കെ മാത്രമായിരിക്കും. പൊന്ന് വളരെ വില കൂടിയ സാധനമാണ്. ഉരുക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഉരുക്കി കഴിഞ്ഞാലും അത് നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്കണമെങ്കിൽ പിന്നെയും കുറേ സമയത്ത് പണികളുണ്ട്. ഒരു ആഭരണമാക്കി കയ്യിലെത്തണമെങ്കിൽ നല്ല വർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഉരുക്കി അതിനെ പാകമാക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പഠിക്കാൻ ആണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കഴിയുമെങ്കിൽ താമസിയാതെ തന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നോടി എന്നോണം 7 ദിവസത്തെ ഇതെല്ലാം ഇനി 7 ദിവസങ്ങളായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് 7-7-7 മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ 7 ഒരുപാട് പ്രത്യേകതകളുണ്ട്, പക്ഷെ മനുഷ്യന്റെ മനസ്സുമായിട്ടും കണക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നിക്കിൽ 7 റിപ്പീറ്റഡ് 3 times ഇറ്റ് ബിക്കം എൻ ഹാബിറ്റ്. 21 ദിവസം നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഒരു ഹാബിറ്റായി മാറും എന്നാണ് പറയാ. ആ 21 ദിവസത്തെ വീണ്ടും നമ്മൾ 3 ചെയ്തു കഴിഞ്ഞാൽ 63 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ ആയി വരും, നമ്മുടെ അലൈൻമെന്റ് ആയി മാറും എന്നാണ് പറയുക. ഇനി 7 ദിവസത്തെ 7, അതായത് നമ്മുടെ 7-ന് 7 പ്രാവശ്യം ചെയ്ത് അല്ല സോറി 7-ന് വീണ്ടും ക്യാരക്ടറായി വരുന്നത് 121 days 105 മറന്നു ഡിവൈഡഡ് ബൈ 7 15 114 115 അങ്ങനെ ഒരു ദിവസമുണ്ട്, എനിക്ക് മറന്നുപോയി പെട്ടെന്ന്. അങ്ങനെ ഒരു ദിവസമുണ്ട്. അപ്പൊ 111 ദിവസമായി മാറുമ്പോൾ 100 ദിവസമായി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. 100 ദിവസങ്ങളായി മാറുമ്പോഴാണ് അതൊരു ക്യാരക്ടറായി മാറുക എന്ന് പറയും. ഇതാണ് സാധാരണ രീതിയിൽ ഒരു കൃത്യമായ കണക്ക്. ഏതൊരു മൾട്ടിപ്ലിക്കേഷൻ ഞാൻ മറന്നുപോയി, വേണമെങ്കിൽ നോക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും 7 ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ 7 days മെഡിറ്റേഷൻ, 7 days ക്ലാസ്സുകൾ, 7 days ഇങ്ങനെയാണ് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം കൂടുതൽ ദിവസം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സമയവും അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ട് 121 അങ്ങനെയാണ് മറന്നുപോയി. 121 ഡിവൈഡ് ബൈ 7 അതെ അല്ല 121 അല്ല 121 വരില്ല. 7 ഒരു മൾട്ടിപ്ലിക്കേഷൻ എത്രയാ പറ്റുമോ? 17 into 7 പോയിന്റ് മറന്നുപോയി, പെട്ടെന്ന് സ്കിപ്പായി. ഓക്കെ, എനിവേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പൊ നമ്മൾ ക്യാരക്ടറായി മാറുമ്പോൾ നമ്മൾ അപ്പൊ അതുകൊണ്ട് 105 days ആണ്. അതാണ് എന്റെ പുസ്തകം 105 days അല്ലേ? 15 times 105 days. അതാണ് ശുഭാപ്തി വിശ്വാസം ഉപയോഗിച്ചിരുന്ന 105 മെത്തേഡ്സുകളാണ്. യെസ്, താങ്ക് യു ഷെഫീന, പെട്ടെന്ന് സ്കിപ്പായി പോയതാ. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്ന കാര്യം എത്രയാണോ, മനസ്സിനെ പാകപ്പെടുത്തുന്ന 7 തത്വങ്ങളെ പഠിക്കാനാണ്, മനസ്സിലാക്കി വേണ്ട 7 തത്വങ്ങളെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുന്ന 7 തത്വങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ അല്ലെങ്കിൽ നമുക്ക് അസമാധാനം അല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലെ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമുക്ക് സന്തോഷമില്ലായ്മയ്ക്കുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് അറിഞ്ഞാൽ മാത്രമല്ലേ മറ്റേത് നമുക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറയുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ അസംതൃപ്തിയുടെ കാരണം എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും. ഇന്നലെ ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് നമ്മൾ ആദ്യം ഇത് നമ്മളിൽ ഉണ്ടോ നോക്കും. ഇന്നലെ പറഞ്ഞ എല്ലാവരും അതെല്ലാം കൃത്യമാണെന്നല്ല പറഞ്ഞു അല്ലെ? കൃത്യമായി പറഞ്ഞു. പക്ഷേ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇന്ന് എല്ലാവരോട് വേണമെന്ന് പറഞ്ഞു, ഇതെല്ലാം കൃത്യമാണെന്ന് പറഞ്ഞു. പക്ഷേ മനുഷ്യന് പ്രത്യേകതയുണ്ട്. അവൻ എപ്പോഴും അവനുള്ളതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് നിന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല.
ഇതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിഷയം. മനസ്സിലാക്കി നിങ്ങൾ? ഞാൻ ഇന്നലെ പറഞ്ഞ 7 പോയിന്റും ഉണ്ട് എന്ന് അംഗീകരിച്ച ആൾക്കാർ വളരെ കുറവാണ്. ആ അംഗീകരിച്ചവർക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യൻ അംഗീകരിക്കില്ല എന്നതാണ്. ഞാൻ ജേർണി ടു ഹാപ്പിനെസിന്റെ കോഴ്സിൽ 10 മാലിന്യങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോഴും വളരെ രസമുണ്ടായിരുന്നു. 10നെ പറ്റി പറയുമ്പോഴും ആൾക്കാർ ആദ്യം ഒന്നും പറയും, ഇതെന്റെ ഇല്ല, ഇതെന്റെ ഇല്ല. പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ അയ്യോ സാറേ ഇതുണ്ടല്ലോ എന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത, നമ്മളിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ആ യൂട്യൂബ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. കാരണം ഇത് നിന്റെ ഉണ്ടല്ലോ, ഇതുകൊണ്ടല്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നോ, അതിന് വഴിയില്ല. നിങ്ങൾ വിളിച്ചോ അത്ഭുതങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ പോകും. ഇത് മനസ്സിന്റെ പ്രത്യേകത അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് മാറ്റപ്പെടുത്താനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ അങ്ങ് മാറാൻ തയ്യാറാവില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് 7 റീസൺ ആണ് നമ്മൾ അൺഹാപ്പി ആയിരിക്കാനുള്ള 7 റീസൺസുകളാണ്. അപ്പൊ 7 റീസൺ ഞാൻ 3 റീസൺ ഈ വീഡിയോയിൽ പറയും, 3 റീസൺ അടുത്ത വീഡിയോ, 4 റീസൺ അടുത്ത വീഡിയോയിലായിട്ട് പറയും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാവുക എന്ന് യൂട്യൂബിലുള്ള ആൾക്കാരോട് പറയുകയാണ്. ഇനി അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഒരു കാര്യം കൂടി പറയാം, 200 ആൾക്കാർ ഇവിടെ ക്ലാസ്സിൽ കയറുന്ന ഈ 200 ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൽ 80% ആൾക്കാരും ആ യൂട്യൂബിന്റെ ഭാഗത്തേ പോകുന്നില്ല എന്നുള്ള സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാനിവിടെ കാണുന്നുണ്ട്, വളരെ കുറവാണ്. ആ യൂട്യൂബിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ വരുന്നതും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഗുണകരമായി മാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അവിടെയും പോയി ഇതൊന്ന് കമന്റ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ഓരോ ക്ലാസ്സിലും ഓരോ കോഴ്സും നിങ്ങൾ തന്നിട്ട് സാറേ എന്നും പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന ആ സമയം മതി നിങ്ങൾക്ക് അവിടെ പോയിട്ട് എനിക്കിത് കിട്ടിയിരുന്നു എന്ന് പറയാനായിട്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് യൂട്യൂബ് കാണുക, അതിൽ പോയി കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ആൾക്കാരിൽ എത്താൻ വേണ്ടിയിട്ട് ആയിക്കട്ടെ, സബ് ചെയ്യുക, ഒക്കെ ചെയ്യുക. യൂട്യൂബിൽ കൂടാതെ ഞാൻ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നല്ല കിടിലനായിട്ടുള്ള ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള പോസ്റ്റുകൾ തരുന്നുണ്ട്, ചില ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഫേസ്ബുക്ക് ഉള്ളവർ മാത്രം അതിൽ പോവുക, ജയിക്കുക. സൗണ്ട് കുറവൊന്നുമില്ലല്ലോ, നല്ല സൗണ്ട് അല്ലേ? സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇന്നത്തെ ഒരു പോസ്റ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം അതിനകത്തുണ്ട്. രാവിലെ എഴുതിയ പോസ്റ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. 7 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലായ്മ. ഇത് നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളിൽ ഇതുണ്ടോ എങ്കിൽ ഇത് മാറ്റാനുള്ള പ്രക്രിയയും കൂടി ചെയ്യുക. ഒന്നാമത്തെ റീസൺ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഞാൻ സന്തോഷവാനല്ലാത്തതിനുള്ള ഒന്നാമത്തെ കാര്യം പറയാൻ പറ്റുമോ? ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഉള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സംസാരിക്കുന്ന എല്ലാവരും കണക്ട് ചെയ്ത് തന്നെ പറയാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്ന് പറയും. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആഗ്രഹങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആഗ്രഹങ്ങൾ. ഞാൻ ഇതിവിടെ പറഞ്ഞാൽ നിങ്ങൾ ആരും ഇത് അംഗീകരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിബഡി അഗ്രി വിത്ത് ദിസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആഗ്രഹങ്ങളുണ്ടോ? 99% ആൾക്കാരും പറയും ഇല്ല. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യബോധം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യബോധമുള്ള എക്സ്പെക്ടേഷനല്ലേ വെക്കുള്ളൂ. പിന്നെ അവർക്ക് അതുണ്ടാവില്ലല്ലോ. ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. തോറ്റുപോയ എല്ലാവരുടെയും പ്രധാനമായ വിഷയം ഇതായിരുന്നു. ഓവർ എക്സ്പെക്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അംഗീകരിക്കുന്നവരെല്ലാം ടൈപ്പ് ചെയ്തോളൂ. വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം.
ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്, വേണ്ട എന്നല്ല പറയുന്നത്, കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുകയാണ്. അല്ല, ലോട്ടറി അടിക്കുന്നതുമായിട്ടുള്ള കണക്ഷൻ ഒന്നുമല്ല, അത് ആഗ്രഹങ്ങൾ, അത് വേറൊരു സംഭവട്ടെ, ഞാൻ അതിലേക്ക് വരുന്നില്ല. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറയാം, എളുപ്പത്തിൽ പറയാം, നിങ്ങൾക്ക് ഇപ്പൊ കണക്ട് ചെയ്യുന്ന രീതിയിൽ പറയാം. നമ്മളൊരു 20-20 മെഡിറ്റേഷൻ ചെയ്തു. 20 മിനിറ്റ്സ് ഇൻറ്റൻഷൻ, 20 മിനിറ്റ്സ് വിഷ്വലൈസേഷൻ, 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല സാറേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ടോ ഇല്ലേ? ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, ബാക്കി ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ കാസ് മാത്രം ഞാൻ പറയുന്നു, മറ്റൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല. ഉണ്ടോ ഇല്ലേ? ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും. ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ അപ്പൊ എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻ? റിയലിസ്റ്റിക് ആണോ അൺറിയലിസ്റ്റിക് ആണോ? ഇനി അത്ഭുതങ്ങളാണെങ്കിൽ ഓക്കെ, അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ. അത്ഭുതം സംഭവിക്കുന്നത് എക്സ്പെക്റ്റഡ് അല്ലല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. അപ്പൊ അതവിടെ വിഷയമല്ലല്ലോ, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്ഭുതങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത്ഭുതം വേറെയാണ്. അത്ഭുതം അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവിക്കുന്നതാണല്ലോ അത്ഭുതങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എല്ലാ ദിവസവും ഓഫീസിലൊന്നും പോവില്ല, കൃത്യമായി വലിയ പണിയൊന്നും എടുക്കില്ല, ഓഫീസിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ പ്രൊമോഷൻ വേണം, സാലറി കൂടുതൽ വേണം. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പണിയും എടുക്കില്ല, ശമ്പളം വേണ്ട, അതോടെ ഇരിക്കട്ടെ, അടുത്തൊന്ന് പറയാം. കുറേ കടമുണ്ട്, പക്ഷെ പണിക്കൊന്നും പോവില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, കടമെല്ലാം തീരണം. റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണോ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണോ? ഒരു പണിക്കും പോവില്ല, രാവിലെ എഴുന്നേക്കും, വീട്ടിലിരിക്കും. ഇന്ന് ഞാനെല്ലാം പറഞ്ഞ ഭയങ്കര രസം. ഇന്ന് ആരോ അയച്ചൊരു മെസ്സേജാണ്, സാറേ പെട്ടെന്നൊരു ഐഡിയ പറഞ്ഞു തരുമോ, കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയ 10 മിനിറ്റിൽ കാശുണ്ടാക്കുന്ന ഒരു ഐഡിയ പെട്ടെന്ന് പറഞ്ഞു തരാം. 10 മിനിറ്റിൽ എനിക്ക് കാശുണ്ടാക്കുന്ന ഒരു ഐഡിയ പെട്ടെന്ന് സാറ് പറഞ്ഞാൽ എനിക്കിവിടെ ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല, കടം അത്രയും കൊടുക്കാനുണ്ട്, 10 മിനിറ്റ് കൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു ഐഡിയ പറഞ്ഞു തരാം. വേണ്ട, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, എത്രത്തോളം ആൾക്കാർക്ക് റിയലിസ്റ്റിക് ആണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുമുണ്ട്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം പറയാം. ഇത് നിങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞേക്കരുത്, എല്ലാവർക്കും ഉണ്ട്. കമ്പാരിസൺ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായുള്ള താരതമ്യം. ഇത് നിങ്ങളെ സന്തുഷ്ടരാക്കുന്നു, അസന്തുഷ്ടരാക്കുന്നു. മറ്റുള്ളവരുമായി കമ്പാരിസൺ ആണ് എൻ്റെ സന്തോഷം കെടുത്തുന്നത് എന്ന് നിങ്ങൾ ആരും ഇപ്പൊ ഇവിടെ കിടന്ന് അംഗീകരിക്കില്ല, പക്ഷെ ഇതിനു മുമ്പ് നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ടൈപ്പ് ചെയ്തോളൂ. മറ്റുള്ളവരുമായി കമ്പാരിസൺ ആണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. എനിക്കത് ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്കും അത് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നോക്കിയിരുന്നത് എന്താണെന്നറിയോ? ഞാൻ പ്രധാനമായി നോക്കിയിരുന്നത് നല്ല നമ്മൾ സ്മാർട്ടായിട്ട് പോകുന്ന ആൾക്കാരില്ലേ, അല്ലെങ്കിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആൾക്കാരില്ലേ, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, സ്പോണ്ടിനിയസ് ആയി സംസാരിച്ചു പോകുന്ന ആൾക്കാരില്ലേ, സന്തോഷത്തോടു കൂടി സംസാരിച്ചു പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ നോക്കിയിട്ട് ഞാൻ പറയും, ചേട്ടാ ഇവനെ പോലെ എനിക്കാവണം. അതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്, എനിക്കാവണം എന്നാണ് ചിന്തിച്ചിട്ടുള്ളത് എപ്പോഴും. ഐ എം നോട്ട് കമ്പയറിംഗ് വിത്ത് എനിത്തിങ് എൽസ്. ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു കമ്പാരിസൺ ചെയ്തത്. ആ കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയല്ല, അതായത് എന്താ പറയാ, നമ്മൾ സാധാരണ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്ക് നമ്മളായി നിൽക്കാനേ പറ്റൂ, നമുക്ക് മറ്റൊരാളാവാൻ സാധിക്കില്ല. ഇത് സന്തോഷത്തെ കിടന്ന് ഏറ്റവും വലിയ. ഇതിനെങ്ങനെ മാറുന്നു എന്നൊക്കെ ഇല്ല, അതിന് വേറെ വഴികളുണ്ടോ, അത് ഞാൻ ഇവിടെ പറഞ്ഞു തരില്ല കേട്ടോ. ഇതിനെ മറികടക്കാമെന്ന് ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു തരില്ല. ഇത് എൻ്റെ ക്ലാസ്സിൻ്റെ സീക്രട്ടാണ്, ഇത് ഞാൻ പറഞ്ഞു തരില്ല. ഇത് വേണ്ടവർ പറഞ്ഞോളൂ, ഇതെങ്ങനെ മറികടക്കാമെന്ന്, അല്ലേ? വളരെ കൃത്യമായിട്ടുള്ള ഒരിതാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കും അല്ലെ, സെലിബ്രിറ്റീസിനെ കണ്ടു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താ പറയുക, ഇപ്പം അധികം അങ്ങനെയാണല്ലോ, സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട് നമ്മൾ ഒരു അവരെ ജീവിതം കണ്ടു നോക്കും. എന്ത് രസമാണ്. ഭാര്യ ഭർത്താവിനോട് പറയും, ഇതാ അവരെ പോലെ ഇരിക്കണം അല്ലേ. ഭാര്യയും ഭർത്താവും എപ്പോഴും സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഫോട്ടോ എടുക്കുക അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, അങ്ങനെ ആയിക്കൂടെ നമുക്ക്. ആവണ്ട എന്നല്ല, അത് അൺഹാപ്പി ഉണ്ടാക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് നിരന്തരം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, എപ്പോഴും പറയുന്ന, എല്ലാ ക്ലാസ്സിലും എടുത്ത് പറയുന്ന കാര്യം, ലാക്ക് ഓഫ് പർപ്പസ് ഓർ ഡയറക്ഷൻ. ഒരു പർപ്പസ് ഇല്ല ജീവിതത്തിന്. വൈ യു ആർ ലിവിങ്, ദർ ഇസ് നോ പർപ്പസ്. ഒരു ഗോളില്ല, ലക്ഷ്യമില്ല, ധാരണയില്ല ജീവിതത്തെ പറ്റിയിട്ട്. എന്ത് വേണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്തിന് ഞാൻ രാവിലെ എഴുന്നേക്കുന്നു എന്നറിയില്ല, എന്തിന് ഞാൻ ഇന്ന് ജീവിച്ചു എന്നറിയില്ല. ലാക്ക് ഓഫ് ഡയറക്ഷൻ, പർപ്പസ് ഇല്ലാത്ത, ലക്ഷ്യബോധമില്ലായ്മ എന്ന് പറയും. ഇത് പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ അംഗീകരിക്കോ? എല്ലാവരും പറയും, എനിക്ക് ഭയങ്കര ലക്ഷ്യബോധമുണ്ട് സാറേ അല്ലേ. ഏറ്റവും ആരും അംഗീകരിക്കുക. പക്ഷെ ഒന്നും പേപ്പറും എടുത്തോട്ട് യെസ് ലക്ഷ്യബോധം കൊണ്ട് അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യബോധം ഇല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയും. വളരെ തെറ്റായ ബോധമാണ് നിങ്ങൾക്കുള്ളത്. കൃത്യമായ ബോധമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുക തന്നെ ചെയ്യും. ഒന്നുകിൽ നിങ്ങളുടെ ലക്ഷ്യബോധം ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ റീസൺ, ഇപ്പൊ ഒരാൾ കമന്റ് ചെയ്തുകൊണ്ട് പറയാം, മൂന്നാമത്തെ റീസൺ എന്തായിരിക്കും? മൂന്നാമത്തെ റീസൺ ലക്ഷ്യബോധം ശരിയല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. ലക്ഷ്യബോധം സെറ്റ് ചെയ്തു, നാളെ ഞാൻ മില്യനെയർ ആവണം എന്ന് പറഞ്ഞ് ലക്ഷ്യബോധം സെറ്റ് ചെയ്താൽ ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ സമയം കൊടുക്കണം. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇത് ചെയ്യാതെയാണ് ഇത്. ലാക്ക് ഓഫ് ക്യാഷ്, അതും തെറ്റാണ്. ലക്ഷ്യബോധവും ക്യാഷും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇറ്റ്സ് എ പ്യുവർ മൈൻഡ് സെറ്റ് ആണ്. അത് മൈൻഡ് സെറ്റ് മാറ്റിയാൽ കാശും വരും, അല്ലാതെ കാശ് വരില്ല. വെയിറ്റിങ്ങിലേ അല്ല, വെയിറ്റിങ്ങിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ട് പോലും വരില്ല. ഇത് വളരെ ഫണ്ടമെന്റലായിട്ട് ഭാഗ്യം സിദ്ധിച്ചാൽ നമുക്ക് ഒരു 7 days, ഈ 7 things 7 days മാറ്റുന്ന പ്രക്രിയ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. ക്ലാസ് 7 days ക്ലാസ്. ഇപ്പോൾ നമുക്ക് 7 days ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞ് പ്രതിപാദിച്ച് പോകാം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇതുമായി ചെയ്യാം. അതിന് താല്പര്യമുള്ള ആൾക്കാർ മുമ്പേ പറയുക. 7 days ക്ലാസ് ഇതിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ ഈ 3 പോയിന്റ്സുകൾ നമ്മൾക്ക് ഇന്ന് കവർ ചെയ്തു. ഈ 3 പോയിന്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ 3 ആളും 3 പോയിന്റ്സുകൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്താണ്? നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ലായ്മ വരുത്തുന്ന 7 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യ പാട്ടിൽ പറഞ്ഞു. ഇനി 4 കാര്യങ്ങൾ കൂടി ഇന്ന് പറഞ്ഞു തരാം. എന്നിട്ട് അടുത്ത ഒരു ദിവസം ഇതിനെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നും പറയാം. ഇത് എന്ത് പ്രക്രിയയിലൂടെയാണ് മാറ്റുന്നതെന്ന് പറയാം. ആദ്യം നമുക്ക് അറിവ് നേടുന്നതിനേക്കാളും ബെറ്റർ തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ്. ഇത് എൻ്റെ ഉണ്ടെങ്കിൽ ഇതിന് ഞാൻ മാറ്റണം, ഇത് എൻ്റെ ഇല്ലെങ്കിൽ ഇത് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യണം അല്ലെ. വേണ്ടതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, ഉള്ളതിനെ ആവശ്യമില്ലാത്തതിനെ കളയുകയും വേണം. ഇപ്പോൾ മാത്രമല്ലേ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിൽ മാലിന്യങ്ങൾ നിറഞ്ഞിട്ട് അവിടെ പുതിയ, അത് മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു കപ്പാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് ശുദ്ധജലം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ മാലിന്യങ്ങളെ എടുത്തു കളയാൻ നമുക്കറിയണം. അപ്പോൾ വി ഷുഡ് ഐഡന്റിഫൈ ദ ഇംപ്യൂരിറ്റീസ് അവർ സെൽഫ്. എന്തൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത് എടുത്തു കളയാൻ പറ്റും. ആദ്യത്തെ സെഷനിൽ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഡിസ്കസിങ് കൂടി കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഏത് രീതിയിലാണ് ഇതിനെ എടുക്കേണ്ടതും ഏത് രീതിയിൽ എനിക്ക് ഒഴിവാക്കണമെന്നും പറഞ്ഞു. ലക്ഷ്യം
ബോധമില്ലായ്മ ഓക്കെ, ദാറ്റ്സ് ഓൾ. ആ കാര്യങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ കഴിഞ്ഞ കാര്യം പറഞ്ഞു. കമ്പാരിസൺ വിത്ത് അതേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു. ലാക്ക് ഓഫ് പർപ്പസ് ആണ് നമ്മുടെ വിഷൻ. ലാക്ക് ഓഫ് പർപ്പസിന് ഒരുപാട് ലെങ്തിൽ പറയാനുണ്ട്. വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫുൾ ക്ലാസ് തന്നെ അതിന് ഫോം ചെയ്തിട്ടുണ്ട്. അതും താമസിയാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തരാം. ഇതെല്ലാം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ നമുക്കുണ്ട്. 20ഓളം ക്ലാസ്സുകളാണ് നമുക്ക് ഹാപ്പിനെസ് മാസ്റ്റർ ഹബിലുള്ളത്. പക്ഷെ ഇത് മൊത്തം എനിക്ക് ഈ വീഡിയോയിൽ വന്നിട്ട് ഒരു ക്ലാസ്സിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാത്തത്. ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്, ലക്ഷ്യബോധം ഉണ്ടാക്കുക. അതിൻ്റെ സിമ്പിളായിട്ടുള്ള പതിപ്പാണ് ഞാൻ 2020 മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പക്ഷെ ഫുൾ ക്ലാസ് ഉണ്ട്. അത് ആവശ്യമുള്ളവർ ഒന്ന് അറിയിച്ചാൽ ഞാൻ തരാം. എനിക്കെല്ലാം കൂടി പറയാൻ ഇവിടെ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അത് ഫുൾ ക്ലാസ് ആണ്. ഈ എന്താ പറയുക, നമുക്ക് 21 ദിവസം ലെങ്ത്തുള്ള ക്ലാസ് ആണ് വിഷ്വലൈസേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടത്. ഇത് ഈ ലാക്ക് ഓഫ് പർപ്പസിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനും പറ്റാത്തവർക്ക്, ഇത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി നമ്മൾ മെഡിറ്റേഷൻസ് തുടങ്ങിയത്. 2020 മെഡിറ്റേഷൻ, നോർമൽ മെഡിറ്റേഷൻ ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ആവശ്യമുള്ളവർ ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ് നിങ്ങൾ കോഴ്സുകൾ. എല്ലാ കോഴ്സും എനിക്ക് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് എന്നോട് പറയാനുള്ള, ഞാൻ മറ്റ് ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി ചേർത്ത് പറയാം, കോഴിക്കോട് പ്രോഗ്രാം ആരും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാൻ പോകുന്ന ദിവസം തന്നെയാണത്. അതിൽ യാതൊരു തർക്കവും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തേക്ക് ഞാൻ ചേരാം എന്ന് വിചാരിച്ചാൽ ഉണ്ടാവില്ല, സീറ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. കാരണം നാളെയോ മറ്റന്നാളോ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യും, ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് സെറ്റ് ചെയ്യും. അതിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അവസാന നിമിഷത്തിൽ കുറെ കൊച്ചി പ്രോഗ്രാമൊക്കെ അങ്ങനെ അവസാന നിമിഷമായിരുന്നു ആൾക്കാർ വന്നത്. അതുപോലെ ആവില്ല കോഴിക്കോട് എല്ലാ ഭാഗത്തു നിന്നും വരാൻ പറ്റും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അതിനൊരു സപ്പോർട്ട് വേണമെങ്കിൽ അതും എന്നോട് പറയാം. സാർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്ക് കൊച്ചുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക എന്ന് നമ്മൾ കൃത്യമായി അറിയിക്കുകയാണ്. കൊച്ചി പ്രോഗ്രാം എല്ലാവരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും, അപ്പോൾ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. നമ്മൾ ഇനി 4 പോയിന്റുകൾ ക്വിക്കായി പറഞ്ഞുതരാം. ഇത് 4 പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്, 7 ഡേയ്സ് ക്ലാസ്, വളരെ രസമുള്ള 7 ടെക്നിക്കുകളാണ് പഠിപ്പിക്കുന്നത്. 7 ദിവസം 7 ടെക്നിക്കുകളാണ് പഠിപ്പിക്കുന്നത്. കുറേ ലെങ്ത് ഒന്നുമില്ല, വളരെ രസമുള്ള ടെക്നിക്കാണ്, ആർക്കും ചെയ്യാവുന്ന ടെക്നിക്കാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന 7 ടെക്നിക്കുകളാണ് പുതിയ പഠിപ്പിക്കുന്നത്. അത് ഇതുവരെ പറഞ്ഞിട്ട ക്ലാസ്സിലൊന്നും പറയാത്ത ടെക്നിക്കാണ്. അതുകൊണ്ട് മറ്റേ ലോ ഓഫ് അട്രാക്ഷൻ ചേർന്നവരും ജേർണി ടു ഹാപ്പിനെസ് ചേർന്നവരും മണി മാനിഫെസ്റ്റേഷൻ ചേർന്നവരും എല്ലാവർക്കും ഈ ക്ലാസ്സിൽ പോകാം. ചെറിയ ഫീസേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ആ ഒരു എക്സ്ക്യൂസ് ഒന്നും ഇല്ല. ചെറിയൊരു ഫീസല്ലേ ഉള്ളൂ, ചെറിയൊരു നാമമാത്രമായൊരു തുകയാണ്. നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് 7 ദിവസം ഞാൻ അത് ഡെവലപ്പ് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നതിൻ്റെ നാമമാത്രമായ ഇതുപോലും ഇല്ല അതിന് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം. എല്ലാവരും ചേരുക. നാളെയോ മറ്റന്നാളോ, ഇന്ന് 21-ാം തീയതിയായി, ഇന്ന് തുടങ്ങണമെന്ന് കരുതിയില്ല. അപ്പോഴേക്കും ആൾക്കാരായിട്ടില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരായിട്ടില്ല. കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്. അവർക്ക് സാലറി കിട്ടാനൊക്കെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് പാറ്റേൺസ് എന്ന് പറയും. നമ്മളുടെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു വെച്ച അതേ കാര്യം ഏതാണ്? നമ്മളുടെ തോട്ട്സിന്റെ പാറ്റേൺ ഫുള്ളായിട്ട് നെഗറ്റീവ് ആകുന്നതാണ് നമ്മളുടെ അസംതൃപ്തി. കാരണം എന്തൊക്കെയാണ് നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഓവർ തിങ്കിങ്, അമിതമായ ചിന്തകൾ. ഇതുണ്ടോ? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം, പറയാം, നിങ്ങൾക്ക് പറയാം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ, കമന്റിൽ ചെയ്തോളൂ ഇപ്പൊ തന്നെ. ഓവർ തിങ്കിങ് ഒന്നാമത്തെ കാര്യമാണ്. 2ാമത്തെ കാര്യം പഴയ കാലത്തെ, പഴയയിലേക്ക് തിരിച്ചു പോകുന്നത്. അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, അന്ന് സംഭവിച്ചു, എൻ്റെ തെറ്റുപറ്റി. പഴയകാല ഓർമ്മകൾ, നല്ല ഓർമ്മകളല്ല, നല്ലതൊന്നും ഉണ്ടാവില്ല. 3ാമത്തതോ, രണ്ടും ഉണ്ടല്ലോ, ഉണ്ട്. 3ാമത്തതോ നമ്മുടെ ഫിയറിങ് ഓഫ് ഫ്യൂച്ചർ, നാളത്തെ പറ്റിയിട്ടുള്ള അമിതമായ ചിന്ത. നാളെ എന്താവോ എന്തോ, എന്ത് സംഭവിക്കുമോ എന്തോ, ഇങ്ങനെ പോയാൽ എന്താവും അവസ്ഥ, ഇങ്ങനെ പോയാൽ ലോകം എങ്ങോട്ട് പോകും, ഇങ്ങനെ പോയാൽ യുദ്ധം, എല്ലായിടത്തും യുദ്ധം, ഇങ്ങനെ പോയാൽ തിന്നാനൊന്നും കിട്ടില്ല. അല്ലേ? ഇപ്പൊ ഒരു ചർച്ച നടക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യ
ഒളിമ്പിക്സ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞപ്പോൾ അതേ പറഞ്ഞു പട്ടിണി മാറിയിട്ടില്ല, അപ്പോഴാണ് ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നത്. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഭാവിയെ പറ്റിയിട്ടുള്ള ചിന്തകൾ, അമിത ചിന്തകൾ, 3 ചിന്തകളും. ഇത് ഞാൻ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? മക്കൾ 10ാം ക്ലാസ്, മോള് 10ാം ക്ലാസ്, അല്ലെങ്കിൽ മകൻ 10ാം ക്ലാസ്സിൽ എഴുതി കഴിഞ്ഞിട്ടില്ല, എക്സാം എഴുതിയിട്ടില്ല. അപ്പോഴേ അമ്മയ്ക്ക് അച്ഛൻ ആദ്യമാണ് എന്താവോ എന്തോ ഈ പയ്യൻ ഒരൊന്നും പഠിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആർക്കൊക്കെ ഉണ്ട്? ഒരാളെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? അച്ഛനമ്മയും മക്കളുള്ള അച്ഛനമ്മയ്ക്ക് ഒരാളെങ്കിലും പറയുമോ എൻ്റെ മോൻ നന്നായി പഠിക്കുന്നവനാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരാളെ ഒന്ന് കാണിച്ചു തരും. നാളത്തെപ്പെട്ടിട്ട് എന്ത് ചിന്തയാണ് നമുക്കുള്ളത്? ശുഭപ്രതീക്ഷയാണുള്ളത്. പക്ഷെ പറയുമ്പോൾ എന്തോന്നോ ഇല്ല, എന്തൊക്കെയോ ചെയ്യുന്ന കാണാൻ ഒരു നല്ല കാര്യം ആരും പറയില്ല. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഉണ്ടാവും, എന്നിട്ടും പറയുന്ന എന്തോരോ നാളെ എന്താകുമോ എന്തോ അറിയില്ല. ലക്ഷക്കണക്കിന് രൂപ സ്വത്ത് ഉണ്ടാവും, അപ്പൊ പറയും എന്താവോ എന്നറിയില്ല നാളെ എന്താ പ്രശ്നം. അതെങ്ങാനും പോയാൽ തീർന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോടല്ല, പൊതുവെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവണം, മാറണം. നാളത്തെ പറ്റി നമ്മുടെ ആരും കൈകളിലല്ല എങ്കിലും നമുക്ക് ശുഭപ്രതീക്ഷയോടെ ഇരിക്കാം, നല്ല വിശ്വാസത്തിലിരിക്കാം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശുഭപ്രതീക്ഷ അല്ലെങ്കിലോ ബാക്കി ഞാൻ പറയണ്ടല്ലോ, പറയുക. അപ്പോൾ ഇത്തരം ക്ലാസ്സുകളൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാൻ ഞാൻ മറന്നുപോയി നേരത്തെ. കാലിക്കറ്റ് പ്രോഗ്രാമിൽ ഞാനിപ്പോൾ ഇത്രയൊക്കെ നിങ്ങളോട് എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു. ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് വേണമെന്നും കൂടി പറഞ്ഞു കൊടുക്കും. സാറേ ഇന്നൊരു പോർഷൻ എനിക്കൊന്ന് കറക്റ്റാക്കി തരണം, ചെയ്തു തരാം, പ്രോമിസ് ചെയ്യും. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഭാഗമാണ് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പറയാം, അതും കൂടി പറയണം. കാരണം എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ കോച്ചിങ് ആണ് അല്ലേ. അപ്പോൾ കോച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെയാണ് ഞാൻ കോച്ച് ചെയ്യേണ്ടത്. എനിക്ക് ആവശ്യമുള്ളത് വന്നിട്ട് ഒമിറ്റ് ചെയ്തിട്ട് പോകുന്നതിനാണോ കോച്ചിങ് എന്ന് പറയുന്നത്? ഇറ്റ്സ് നോട്ട് എ കോച്ചിങ്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് പറയാം. അപ്പോൾ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂവർ റിലേഷൻഷിപ്പ് എന്ന് പറയും. എന്താണ് പൂവർ റിലേഷൻഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് ആയ ആൾക്കാരുമായി കൂടി നിൽക്കുക എന്നത് ഒന്നാമത്തെ നമ്മുടെ അസംതൃപ്തിക്ക് കാരണമാണ്. അവരങ്ങനെയാണെന്നറിയാം, എന്നാലും ഒരു വിളി അവർ വിളിക്കാതെ, ഒരു വിളി ചെയ്യാതെ പറ്റില്ല. എന്നിട്ട് അവരിൽ നിന്ന് മേടിക്കുകയും ചെയ്യും. എന്നിട്ട് അവനങ്ങനെ പറഞ്ഞു വന്നു. സ്വാഭാവികം, എല്ലാവർക്കും ഉള്ള കാര്യമാണ്, ഇല്ലാന്ന് ആരും പറയരുത്. അവരെ ഡിസസോസിയേറ്റ് ചെയ്യാൻ തയ്യാറേ അല്ല, അവരെ ഒഴിവാക്കാൻ തയ്യാറല്ല. എന്ത് സംഭവിക്കും, അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളുള്ള ഒരുപാട് ടോക്സിക് പീപ്പിളുമായി നമ്മൾ കിട്ടും. ഇത് വളരെ ശ്രദ്ധിച്ച് പോകേണ്ട കാര്യമാണ്. തിരുവനന്തപുരം പ്രോഗ്രാം നമുക്ക് ഉടനെ വെക്കാം. അതിന് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരെല്ലാം കൂടി തീരുമാനിക്കൂ, നമുക്കൊരു ദിവസം തിരുവനന്തപുരം പ്രോഗ്രാം വെക്കാം. നിങ്ങൾക്ക് തിരുവനന്തപുരത്തും കോഴിക്കോടേക്ക് കൊച്ചിക്ക് വരാനും ബുദ്ധിമുട്ടാണെങ്കിൽ നോ ഇഷ്യൂ, എനിക്ക് വരാൻ പറ്റും അങ്ങോട്ട്, ഞാൻ വരാം. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കും. നമുക്ക് വരാൻ താമസിയാതെ തിരുവനന്തപുരത്ത് വരാം. അതുപോലെ തന്നെ ഖത്തറിലും അതുപോലെ തന്നെ വരുന്നുണ്ട്, ദോഹയിലൊക്കെ പരിപാടി. അപ്പോൾ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആരാണോ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ നല്ല റിലേഷൻഷിപ്പ്. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുകയും നമ്മളെ സന്തോഷിപ്പിക്കാൻ ചെയ്യാത്ത ആൾക്കാരെ എന്തിനാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന് തിരിച്ചറിയുക. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എനർജി സക്കേഴ്സ് എന്ന് നമ്മൾ അതിന് വിളിക്കും. അത്തരം ആൾക്കാരുമായി അവരുടെ സമ്പർക്കമല്ലേ നമ്മളെ അസന്തുഷ്ടി ഉണ്ടാക്കുന്ന വലിയൊരു ഘടകം. 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം, ഇത് വീണ്ടും ഞാൻ പറഞ്ഞാൽ ഇവിടെ 90% ആൾക്കാരും അംഗീകരിക്കാത്ത ഒരു കാര്യം. എല്ലാം ശരിയാണ് സാറേ, പക്ഷെ ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയോ? വളരെ ഇഗ്നോറിങ് ഫിസിക്കൽ ആൻഡ് മെന്റൽ
ഹെൽത്ത്, ഇഗ്നോറിങ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. ഇങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ട് എന്നോ, തിന്നുക ഉറങ്ങുക ഇതൊക്കെ കേട്ട് നടക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ സാധനത്തിന് കുറച്ച് എക്സസൈസ് വേണമെന്നോ അല്ലെങ്കിൽ അതിന് ആരോഗ്യം വേണമെന്നോ ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എന്ത് സംഭവിക്കുന്നു? നെഗ്ലക്റ്റിംഗ് യുവർ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ്. സാറേ 10 മണിക്ക് 11 മണിക്കൊന്നും ഉറങ്ങാൻ പറയരുത്, 2 മണിക്കൊക്കെ ഉറങ്ങി ശീലിച്ചതാണ്. ശീലം അങ്ങനെയാണ്. അപ്പോഴും ലഭിക്കുന്നതോ ഇങ്ങനെയാണ്. അല്ല, അത് മാറണം, പക്ഷെ ശീലം മാറ്റാൻ പറ്റില്ല, നടക്കില്ല. എക്സസൈസ് അയ്യോ സാറേ കാല് വേദനിക്കും, മുട്ട് വേദനിക്കും, കൈ വേദനിക്കും, പക്ഷെ ജീവിതം മാറണം. എനർജി ഉണ്ടോ? എനർജിയൊക്കെ ഒന്നുമില്ല, പക്ഷെ കടം തീർക്കണം അല്ലേ? എക്സസൈസ്. മെന്റൽ ഹെൽത്ത്, അതെന്ത് സാധനമാണ്? എന്താ ഈ പറയുന്നത്? എന്ത് മെന്റൽ ഹെൽത്ത്? അങ്ങനെ സാധനമുണ്ടോ? സെൽഫ് ലോവിനെ പറ്റി ഒന്നും പറയേ വേണ്ട, ഇല്ലേ ഇല്ല അങ്ങനെ സാധനത്തെ പറ്റി. കണ്ണാടി നോക്കിയാൽ പറയാം, കണ്ണാടി നോക്കുന്ന പോലും അപൂർവമാണ്. ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ ഒരു കുടം കയറി കഴിക്കും, പക്ഷെ എന്ത് കഴിക്കുന്നു വെച്ചാൽ അതൊന്നുമില്ല, കിട്ടിയത് കഴിക്കും. ഇതാരാ ഇതിനെന്നിട്ട് ശരിയാക്കി എടുക്കണ്ടേ? ഓ അത് കഴിച്ചാൽ തയ്ച്ചു പോകും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും, നമുക്കെന്താ വേണം? പിന്നെ ഹോസ്പിറ്റലിൽ പോവാം, ബില്ലടക്കാം, എന്നിട്ട് പറയും എൻ്റെ ആ വിഷയമാണ്, ഈ വിഷയമാണ്, എൻ്റെ ഫാറ്റി ലിവറാണ്, മറ്റതാണ്. ഞാൻ ജന്മന അങ്ങനെയാണ്, അല്ലെങ്കിൽ ഹാർട്ടിന് ബ്രീത്തിങ് നേരെ കിട്ടുന്നില്ല, ഇല്ല ബ്രീത്തിങ് കിട്ടും, ജന്മന അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. സിമ്പിളാണ്, വളരെ ലളിതമാണ് ലിവിങ്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. പക്ഷേ നിങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നു. പ്രാക്ടീസിങ് ഇല്ല കേട്ടോ. പ്രാക്ടീസിങ് ആണ് പറയുന്നത്. പ്രാക്ടീസിങ് വേറെ, ഇൻഫർമേഷൻ വേറെ. നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കുന്നു. എക്സസൈസ് ചെയ്യുമെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യും, എക്സസൈസിന്റെ വീഡിയോ കണ്ട് എക്സസൈസ് ചെയ്യുന്ന രസമുണ്ട്, വീഡിയോ കാണും. യോഗ ചെയ്യുക വെച്ചാൽ യോഗ ചെയ്യും, എവിടെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ശരീരം നന്നായിട്ട് നിൽക്കും, അയ്യോ വേർത്തട്ടോ, എനിക്ക് ഒറ്റ അസുഖം മാത്രമേ എനിക്കുള്ളൂ, വേർപ്പിന്റെ അസുഖമാണ്. അപ്പം അതുപോലെ പറയുന്ന സംഭവങ്ങളാണ്. മെന്റൽ ഹെൽത്ത് ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം നമുക്ക്. വളരെയധികം എനിക്ക് ചിരി വരുന്ന കാര്യം പറയുമ്പോൾ, കാരണം ഇത് എത്ര ആൾക്കാർ ഞാൻ പറഞ്ഞു തന്നെ. യാതൊരു സാറേ എക്സസൈസ് ചെയ്യണമെങ്കിൽ പറഞ്ഞേക്കരുത് സാറേ, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് പറഞ്ഞു പോവാണ്. 7ാമത്തെ കാര്യം, ലിവിങ് ഇൻ ദ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. ഇന്നലകളുടെ ഓർമ്മകൾ നമ്മളിലുണ്ട്, ഇന്നലകളിൽ ജീവിക്കുന്നു, നാളുകളിൽ ജീവിക്കുന്നു. നാളത്തെ ഓർത്ത് വ്യാധിയോടെ ജീവിക്കുന്നു, ഇന്നലെയെ ഓർച്ചെത്തി കുറ്റബോധത്തോടെ ജീവിക്കുന്നു. യെസ് ഓർ നോ? നാളെ എന്താവുമോ എന്തോ, ഇന്നോ? ഇന്നലെ ആരുമില്ലല്ലേ, ഇന്നലെ ആരും ജീവിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നു, ഇപ്പോഴിരുന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ചിന്തിക്കുന്ന എന്താ അറിയോ? നാളെ കടം എവിടുന്ന് കിട്ടും അല്ലേ? നേരത്തെ ഒരാൾ പറഞ്ഞതാണ്, സാറേ കടം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. എന്താണെന്നറിയോ? കൊടുക്കുന്നതിന് കടം ഉണ്ടായാലും കുഴപ്പമില്ല, കൊടുക്കാത്തവനാണ് കടം. അപ്പോൾ കടമല്ല പ്രശ്നം, കൊടുക്കാത്തത് മാത്രം. ഇന്നലെ പറഞ്ഞതാണ് ക്ലാസ് അല്ലേ? അപ്പോൾ അതല്ല വിഷയം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും നമ്മൾ നന്നായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്, നല്ല എനർജറ്റിക് ആയിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരെയും അല്ലേ, എല്ലാം ജീവിതത്തിന് ഷോർട്ട് കട്ടുകൾ ഒന്നുമില്ല, ജീവിത വിജയത്തിന് ഒരു ഷോർട്ട് കട്ടുമില്ല. പ്രവൃത്തിയുടെ ചിന്തയിലൂടെ ഉയർന്ന ചിന്തയും ഉയർന്ന പ്രവൃത്തിയുമാണ് ഉയർന്ന ജീവിത നിലവാരം കൊണ്ടുതരുന്നത്. അല്ലാതെ ഒരു തരത്തിലും ഒരു സംഭവമില്ല. എന്താണ്? ഒന്നുകൂടി എഴുതി വെച്ചോളൂ. ഉയർന്ന ചിന്തയും ഉയർന്ന പ്രവൃത്തിയുമാണ് ജീവിത വിജയത്തിന് അടിസ്ഥാനം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടക്കും. 7 കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊക്കെ മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതിന് അതിൻ്റെതായ സിസ്റ്റമിലൂടെ തന്നെ പോകണം. ക്ലൻസിങ് എന്ന് പറയുന്ന കൃത്യമായ രീതിയിൽ തന്നെ പോകണം. ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ
ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു സിംഗിൾ പ്രസ്ഥാനമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സംസാരിക്കുന്ന പറയുന്നതനുസരിച്ച് നമ്മൾ പാകപ്പെടുത്തിയെടുക്കും. അതാണ് എൻ്റെ ഡ്യൂട്ടി. ഐ ആം നോട്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിന്നാ പിടിച്ചോ എന്നിട്ട് വിറ്റ് പോകുന്ന ഒരാളല്ല ഞാൻ. ഐ ആം എ മെന്റർ. എൻ്റെ പണി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ ശരിയാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. നിങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം ഓപ്പൺ ആണ്. ഓപ്പൺ ടു എവരി വൺ. നിങ്ങൾക്ക് എനിക്ക് ഇന്നൊരു വിഷയമുണ്ട്, ഇതിന് ഞാൻ എന്ത് വഴിയാണ് കാണേണ്ടത്? യു ഡിസ്കസ് ദെയർ. എന്നിട്ട് സാറേ ഇതിനൊരു വഴി കാണാം. അപ്പോൾ 100 ആൾക്കാരും 50 ആൾക്കാരും 200 ആൾക്കാരും ഒരു കാര്യത്തിൽ കേന്ദ്രീകൃതമാണെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യും. അങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് പോകുന്നതല്ല കമ്മ്യൂണിറ്റി. നമ്മൾ ലോങ് ടൈം പോകേണ്ട കമ്മ്യൂണിറ്റിയാണ് എന്ന് ഓർമ്മിപ്പിക്കുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാവുന്നതാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരിക. നമ്മൾ ലോങ് ടൈം പോകാനുള്ള, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കുക, നമുക്ക് മാറ്റം ഉണ്ടാക്കുക. അതിലൂടെ നമ്മൾ ഒരു സമൂഹത്തെ മാറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാട്. അവനവനെ മാറ്റുന്നതിലൂടെ അവന്റെ സമൂഹത്തെ കൂടി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് എന്ന് ഓർക്കുക. അപ്പോൾ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനെ പറ്റി മാത്രം പറയാം. 7 days ലോ ഓഫ് അട്രാക്ഷൻ സിമ്പിൾ ടെക്നിക്കിന്റെ ക്ലാസ് വളരെ ലളിതമായ ഫീസാണ് കൊടുത്തത്. ആരും ചേരാതിരിക്കരുത്, എല്ലാവരും ചേരുക. അങ്ങനെയാണ് നമുക്ക് വരിക. രണ്ടാമത്തെ ക്ലാസ് കാലിക്കറ്റ് പ്രോഗ്രാം. നിലവിലുള്ള മറ്റെല്ലാ കോഴ്സുകളുണ്ട്, നിങ്ങൾ ചോദിച്ചോളൂ, എല്ലാം തരം. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ഉണ്ട്, ബിസിനസ് മെന്റർഷിപ്പ് ഉണ്ട്. അതൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട. 20ഓളം ക്ലാസ്സുകളാണ് നമുക്കുള്ളത്. ഞാൻ എടുത്ത് വായിക്കാം അല്ലേ. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സാണ് ഏറ്റവും നമ്മൾ ടോപ്പായിട്ട് പോകുന്നത്. സോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ 5 തരത്തിലുണ്ട്. അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സംഭവമുണ്ട്. പിന്നെ ഗോൾ സെറ്റിംഗ് വിഷൻ വർക്ക്ഷോപ്പ്, ഗോൾ സെറ്റിംഗ് ആൻഡ് വിഷൻ വർക്ക്ഷോപ്പ് ഉണ്ട്. അത് വേണ്ടവർ ചോദിച്ചാൽ ഞാൻ തരാം. അത് ഓൾറെഡി റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും തരാം. ഞാനത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, നിങ്ങൾക്കത് ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. സീക്രട്ട് ഓഫ് സക്സസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് വളരെ ലളിതമായ സംഭവമാണ്, വളരെ രസമുള്ളൊരു കോഴ്സാണിത്. സീക്രട്ട് ഓഫ് സക്സസ് ലൈഫ്. ആദ്യം സക്സസിനെ പറ്റി ആഗ്രഹിക്കുന്നവർ മാത്രം എടുക്കേണ്ട ക്ലാസ്സാണ്. പിന്നെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അത് കൊച്ചി പ്രോഗ്രാം ഞാൻ പറഞ്ഞതാണ്. അത് തുടങ്ങുമ്പോൾ നമുക്ക് ഉടനെ അത് ഉണ്ടാവും. ജേണി ടു ഹാപ്പിനെസ് എല്ലാവർക്കും അറിയാം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഈ ജേണി ടു ഹാപ്പിനെസ് തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായി 7 days ക്ലാസ്സുകളാക്കി തരാം നിങ്ങൾക്ക്. ജേണി ടു സക്സസ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, അത് നമ്മുടെ ഇതിലാണ്. പിന്നെ ഡെയിലി മെഡിറ്റേഷൻസ് ഉണ്ട്, കുറേ മെഡിറ്റേഷൻസ് ഉണ്ട്. ഡെയിലി യോഗാസ് ഉണ്ട്. സീക്രട്ട് ഒന്ന് പറയാമോ? സീക്രട്ട് ഞാനിപ്പോൾ ഇവിടെ പറയുമോ? എനിക്കൊന്നും അങ്ങനെ നടക്കൂലല്ലോ. അങ്ങനെ സീക്രട്ട് പറയാൻ പാടുണ്ടോ? ഇല്ലില്ല, സീക്രട്ട് പോവില്ലേ. പിന്നെ അത് ഡെയിലി അഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. മൈൻഡ് റീപ്രോഗ്രാമിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പിരിച്വാലിറ്റി നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്റർപ്രണർ മൈൻഡ് സെറ്റ് വരാനിരിക്കുന്ന വലിയ കോഴ്സാണ്. ഓക്കെ, യു ആർ ആൻഡ് ബില്യനിയർ, അത് വരാനിരിക്കുന്ന കോഴ്സാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. കോഴ്സ് എല്ലാം റെഡിയാണ്. അത്രയും പവർഫുള്ളാണ്. 1-to-1 സെഷൻ ഡീറ്റെയിൽസ് തരാം, കുഴപ്പമില്ല. 1-to-1 വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ അഡ്മിനെ വിളിച്ചോളൂ, പറയാം. അപ്പോൾ ഇതോടുകൂടി ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആൾക്കാരിൽ എത്താൻ നിൽക്കട്ടെ. ഞാൻ ബാക്കി ജനറൽ ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു വെരി മച്ച്. യെസ്, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാം. ഹാപ്പി ന്യൂസ് പറയാനുള്ളവർക്ക് പറയാം. താങ്ക് യു. പെട്ടെന്ന് തീർക്കാം. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് പോകാനായി. അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണ് അൺമ്യൂട്ട് ചെയ്യാൻ ചോദിച്ചത്? ഞാനാണ് പറഞ്ഞത്. യെസ്, പറഞ്ഞോളൂ. കമ്മിങ് UCD എന്താണ്? എന്താണ് UCD? അത് എന്റെ ഒരു ഗോൾ സെറ്റിംഗ്സ് ആണ് സർ. അതെന്താണ് ഈ UCD എന്നാ ചോദിച്ചാൽ പറയാൻ പറ്റുന്നതാണ്, പറഞ്ഞോളൂ. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. യൂണിവേഴ്സൽ ക്രൗൺ എന്താ? നിങ്ങൾ എന്താ ഇതാണോ? യെസ്, MLM മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. വെരി ഗുഡ്. സർ, കാലിക്കറ്റ് പ്രോഗ്രാമിൽ നമുക്ക് സീക്രട്ട് ഓഫ് സക്സസിന്റെ ഒരു പാർട്ട് ഉണ്ടാവുമോ? സീക്രട്ട് ഓഫ് സക്സസിന്റെയോ? അതെ. കാലിക്കറ്റ് പ്രോഗ്രാമിൽ സീക്രട്ട് ഓഫ് സക്സസ് എന്ന് പറയുമ്പോഴേ അതാ എൻ്റർ പ്രോസസ്സ് നമുക്ക് മണി മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടക്കണേ. പക്ഷെ സീക്രട്ട് ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ അത് ബാലൻസിങ് ഓഫ് ഹോൾ ലൈഫാണ്. 5 എലിമെന്റ്സ് ആണ് അത് അത് കാലിക്കറ്റ് പ്രോഗ്രാം 5 എലിമെന്റ്സ് പോയാൽ നമുക്ക് മണി മാനിഫെസ്റ്റേഷൻ ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. 6 മണിക്കൂറല്ലേ ഉള്ളൂ.
6-8 മണിക്കൂർ ക്ലാസ് അല്ലേ ഉള്ളൂ. സക്സസിന്റെ ഇതിനായിട്ട് നമുക്ക് ഒരു കോഴ്സ് തന്നെ ഉണ്ട്. സീക്രട്ട് ഓഫ് സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ്, എൻറ്റയർ കോഴ്സ് തന്നെ ഉണ്ട്. അത് ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോഴ്സ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട് അതിന്. കാരണം സക്സസ് ആവണമെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി എന്തായിരിക്കണം, എന്ത് മെന്റാലിറ്റി ഉള്ളവരാണ് സക്സസ് ആവുക, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. നിങ്ങളെപ്പോലുള്ള സക്സസിന് അവർക്ക് അത് വളരെ കൃത്യം. ഇതിനു മുമ്പ് 3-4 സെഷൻസ് കഴിഞ്ഞ കോഴ്സാണിത്. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ വലിയ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ബേസിക് ആയിട്ട് വീണ്ടും വരുന്ന ആൾക്കാർക്ക് അത് സക്സസിനെ പറ്റി അത്ര നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്ലാസ് നമ്മൾ റെഡിയാണ്, ഇപ്പോഴും റെഡിയാണ്. ഞാൻ ആൾറെഡി ഇപ്പൊ ഒരു 3 വർഷമായിട്ട് അതിന്റെ ഒരു കോഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബാലൻസും കൂടി സാറിന്റെ ക്ലാസ്സിൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സക്സസ് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ലേണിംഗ് ഇതാണ് ഞാൻ അതിനകത്ത് നൽകിയിട്ടുള്ളത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. 5 എലിമെന്റ്സ്, അതായത് വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, പിന്നെ എന്റർടൈൻമെന്റ്, സ്പിരിച്വാലിറ്റി. ഇതാണ് എൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് വെച്ചാൽ മാത്രമേ സക്സസ് ആകാൻ പറ്റുള്ളൂ. 100% ഞാൻ പ്രൂവൺ ടെക്നിക്കാണത്. ഇത് 5 ഫില്ലേഴ്സ് കറക്റ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് കറക്റ്റായിട്ട് സക്സസ് ആവാനായിട്ട്. പക്ഷെ പലരും ഒന്നിലേക്കാണ് ഇപ്പോഴും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒന്നിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, വെൽത്ത് മാത്രം. കാരണം വെച്ചാൽ ട്രെൻഡ് അതായതുകൊണ്ടാണ്, കേരളത്തിന്റെ ട്രെൻഡ് അതായതുകൊണ്ടാട്ടോ. പക്ഷെ ജനുവരി മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും തുടങ്ങുന്നുണ്ട്. അവിടെ ഈ വെൽത്ത് അല്ല പ്രധാന ഫോക്കസ്, മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അവർക്ക് റിലേഷൻഷിപ്പ്, എന്റെ ഒരു സംശയം ചോദിക്കട്ടെ? യെസ്, പക്ഷെ ഒരു മനുഷ്യന് ശരിക്കും ജീവിതത്തിൽ ഈ ഒരു 5 സംഭവം വേണോ വേണ്ടേ? 5 ഉണ്ടായാൽ മാത്രമേ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ, ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനല്ല ഫോക്കസ് ചെയ്യേണ്ടത്. കറക്റ്റാണ്, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും പറയുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താണെന്നറിയോ, ഏറ്റവും വലിയ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യന്റെ മെന്റാലിറ്റി, അവൻ ഇപ്പോഴെന്താണ് ആവശ്യം അതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അല്ല, അതിനെയാണ് അവൻ അതിലേക്കാണ് അവൻ ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് അവൻ ശ്രദ്ധിക്കുന്നത്, അവൻ തോന്നുകയും അവൻ പഴയ കാര്യങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അൺഹാപ്പി ആവാനുള്ള കാരണം. ഇപ്പൊ വേണ്ടത് എനിക്ക് എന്താണെന്ന് ചിന്തിക്കും. ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം. എല്ലാവർക്കും റെസ്റ്റോറൻറ്റിൽ പോകാൻ ഇഷ്ടമാണ്. അവിടെ പോയിട്ട് അവൻ ആദ്യം നോക്കുന്നത് എന്താണ്? മെനു കാർഡിലെ ഐറ്റം അല്ല നോക്കുന്നത്, പ്രൈസാണ് നോക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ റെസ്റ്റോറൻറ്റിലാണോ പോകേണ്ടത്? വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരെ? അത് ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ് അവരോട് പോകുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിന് ഇതാക്കുന്നതിന്റെ യഥാർത്ഥ വിഷയം മടിയാണെന്ന് സമ്മതിക്കാൻ അത്ര പേർക്ക് തയ്യാറാവും. ഈ തോട്ട്സ്. ഒരുപാട് സംശയങ്ങൾ. താങ്ക് യു വെരി മച്ച്. എനിവേ, എന്താ പേര്? ഷാഹിന. ഷാഹിന, വെൽക്കം ഷാഹിന, വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. ഇതുപോലുള്ള തോട്ട്സ് പ്രോസസ്സുകൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമുക്കും താല്പര്യം. കാരണം ഫസ്റ്റ്, വെൻ യു ആർ എൻ എൻക്വയറർ, ദാറ്റ് മീൻസ് യു ആർ എ വിന്നർ എന്നാണ് പറയുന്നത്. എപ്പോഴാണോ നമ്മളിൽ അന്വേഷണം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. കീപ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. വിൽ സീ യു സൂൺ. ഓക്കെ, താങ്ക് യു. കാലിക്കറ്റ് പ്രോഗ്രാമിൽ കാണാം. ഇൻഷാല്ലാ കാലിക്കറ്റ് പ്രോഗ്രാമിൽ വെച്ചിട്ട് കാണാം. തീർച്ചയായിട്ടും. വെൽക്കം, വെൽക്കം. There will be something eye opening for you. Will Thank you, sir. Thank you. Yes. നമസ്കാരം ഗിരിജ, പറയൂ ഗിരിജ. സർ, നമ്മുടെ ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകളും എന്നുള്ള ബുക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് ദിവസമായി പറയണം എന്ന് വിചാരിച്ചിരിക്കുക സാറേ. അത് സത്യം പറഞ്ഞ ഒരു അമേസിംഗ് ബുക്ക്. സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഒരു അമേസിംഗ് ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ 1-2 പേജുകൾ വായിച്ചു. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പോയപ്പോ, നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളും പോയപ്പോ, ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരാളോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ എന്താണെന്ന് പറയട്ടെ. ഞാനൊരു ഫണ്ണി ആയിട്ടാണ് എടുത്തത് സത്യം പറഞ്ഞ. ആ പേജ് ഒന്ന് തുറന്നു. അതിൽ കാണുന്ന ആ ഒരു ചിന്ത പറഞ്ഞപ്പോ, ഇതാണോ നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചപ്പോ, സത്യം പറഞ്ഞ ഒരു 20 ആൾക്കും അത് കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളത് സാർ. എനിക്ക് തന്നെ അതിശയായിരുന്നു. നമുക്ക് എന്താണോ വേണ്ടത്, ചിലതില് കുടുംബത്തിന്റെ അതായിട്ടും വരുന്നത്,
അപ്പൊ നിങ്ങൾക്ക് കുടുംബത്തിന്റെ സ്നേഹമാണോ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മൈൻഡിനുള്ളിൽ കയറിയിരിക്കുന്നത്, കുടുംബത്തിന്റെ സ്നേഹമാണോ വേണ്ടെന്ന് ചോദിക്കുമ്പോ അതെ, അതെങ്ങനെ മാഡത്തിന് ഇത്രയും കറക്റ്റ് ആയിട്ട് അറിഞ്ഞു? ആ ഒരു എല്ലാവർക്കും, അതായത് അത്രയ്ക്കും അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അന്ന് മുതൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ കുറച്ചു നേരം ഈ ബുക്കിനെ ഒന്ന് പിടിച്ചിട്ട് അതിലുള്ള ആ വരികൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആ കൺഫ്യൂഷൻ തീരാനുള്ള സംഭവം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. വളരെ വളരെ അമേസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. അത്രയ്ക്ക് താങ്ക് യു ഗിരിജ. താങ്ക് യു ഗിരിജ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. എഴുതിയത് ഞാൻ എഴുതിയ ഇത്രയും ഞാൻ പറഞ്ഞ 1600 സംതിങ് ദിവസത്തെ ഷോർട്ട് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയത്. അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നുവെങ്കിൽ ഞാൻ എത്രത്തോളം സംതൃപ്തനായിരിക്കും. അതാണല്ലോ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ തോട്ട് എന്താണോ ആ തോട്ട് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ നമുക്ക് കാലത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് നോക്കി ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് ഈ ബുക്കിന് ഇങ്ങനെ ഒന്ന് പിടിക്കും, സാറുടെ മുഖം ഒന്ന് മൈൻഡിൽ തെളിയും. അതിനുശേഷം ഒന്ന് നൂർത്തി കഴിഞ്ഞാൽ അവിടെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇതിലുണ്ടാവുന്നതാണ്. അത്രയ്ക്ക് അമേസിംഗ് ആയിട്ട് എന്നും എന്റെ ടേബിളിന്റെ മേലെ ഇതുണ്ടാവും സർ. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഗിരിജ ടീമിനോടും. നിങ്ങൾ കൊച്ചി പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? എനിക്ക് നല്ല പോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട് സർ. എന്റെ കാര്യം, എന്റെ ടീമിൽ ഇപ്പൊ ഞങ്ങൾ അന്ന് വന്ന ഒരു ബാബു സാറിന്റെ ടീമാണ്. ഇന്നിപ്പോ ബാബു സാർ ഇതിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബാബു സാറിന്റെ ടീമായിരുന്നു അന്ന് വന്നത്. അതായത് ഞങ്ങള് അപ്പൊ എന്റെ ടീമിൽ എനിക്ക് നല്ല ചേഞ്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സാറിന് ഏകദേശം ഈ മാസം 3-ാം തീയതി എന്നോട് ചോദിച്ചു എത്ര ടാർഗറ്റ് ആയിട്ടുണ്ട്, എത്ര ടാർഗറ്റ് ആയിട്ടുണ്ട്. അപ്പൊ 50,000 ആയിട്ടുള്ളൂ സാറേ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം 15-ാം തീയതിയോടുകൂടി ഞങ്ങളുടെ കട്ട് ഓഫ് കഴിഞ്ഞു. ആ 15-ാം തീയതിയിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് 3 ലക്ഷം രൂപയുടെ ടാർഗറ്റ് നടന്നു. അപ്പൊ സാറ് 5 ലക്ഷം രൂപയുടെ ഈ മന്ത് നടക്കുന്നു പറഞ്ഞു. സാറുടെ മൈൻഡിൽ ഈ മന്ത് എന്നുള്ളത് ഈ മാസം ലാസ്റ്റ് ആണല്ലോ. പക്ഷെ ഞങ്ങളുടെ കട്ട് ഓഫ് എന്നുള്ളത് 15-ാം തീയതിയോടുകൂടെ കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് 3 ലക്ഷം രൂപയുടെ ടാർഗറ്റ് നടന്നു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് എനിക്ക് എന്റെ ചിന്താ രീതിയിൽ തന്നെ സത്യം പറഞ്ഞാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്ങനെയാ പറയാൻ, അത്രയ്ക്കൊരു അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. തീർച്ചയായും. ബുക്ക് വേണ്ടവര് അഡ്മിനെ ഒന്ന് ബന്ധപ്പെട്ടോളൂ. കാലിക്കറ്റ് വരുന്നവർക്ക് നേരിട്ട് അവിടെ തരാം. ഇതൊക്കെ ഇവർക്ക് നേരിട്ട് സൈൻ ചെയ്ത് കൊടുത്ത പുസ്തകങ്ങളാട്ടോ. ഈ പറയുന്നതൊക്കെ സൈൻ ചെയ്ത് തന്നത്. അതെ, അത് അങ്ങനെ ഒരു തോട്ടും കൂടി നമുക്കുണ്ടല്ലോ അല്ലെ. പുസ്തകം നേരിട്ട് വാങ്ങിക്കുന്നതും മറ്റേതും തമ്മിൽ പറ്റുന്നവർക്ക് കാലിക്കറ്റ് വരാം. കാലിക്കറ്റ് പുസ്തകം കൊണ്ടുവരും. രണ്ടാമത്തെ പുസ്തകം കൂടി എല്ലാവർക്കും അറിയിക്കാം. നാളെ മനസ്സൊരു വിസ്മയത്തിന്റെ 2ാമത്തെ പുസ്തകം പുറത്തിറങ്ങും. ഇന്ന് പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുന്നു. പുതിയ ഭാവത്തിലും രൂപത്തിലുമാണ് ഇറങ്ങുന്നത്. വലിയ ചെറിയ രീതിയിൽ കട്ടിങ്ങിലും അതിൽ സുന്ദരനായ ഒരാളെ കൂടി കുറച്ചും കൂടി വിശാലമായി കാണാം. ഒക്കെ പുതിയ ഭാവത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓർമ്മിക്കാനുള്ളത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ?